വെൽക്കം ടു ചാലഞ്ചർ ആപ്പ്. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നൗൺസിനെ പറ്റി പഠിച്ചു, കളക്റ്റീവ് നൗൺസിനെ പറ്റി പഠിച്ചു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോനൗൺസിനെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് പ്രോനൗൺ? പ്രോനൗൺ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നൗണിനെ സപ്പോർട്ട് ചെയ്യുന്ന വേർഡ് അല്ലെങ്കിൽ നൗണിന് പകരം യൂസ് ചെയ്യുന്ന വാക്കിനാണ് എന്ത് പറയുന്നത്? പ്രോനൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ നെയിം ഈസ് ആൽഫിയ എന്ന് പറഞ്ഞിട്ട് ആൽഫിയ ഈസ് എ ടീച്ചർ എന്ന് നമ്മൾ പറയുമോ? ഇല്ല, ഐ ആം എ ടീച്ചർ എന്നായിരിക്കും പറയുന്നത്. അപ്പൊ അവിടെ ആൽഫിയ അല്ലെങ്കിൽ എൻ്റെ പേരിനോ അല്ലെങ്കിൽ ഞാൻ ആദ്യം യൂസ് ചെയ്ത മൈക്കോ പകരം ഞാൻ എന്ത് യൂസ് ചെയ്തു? ഐ യൂസ് ചെയ്തു, അല്ലേ? അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് ഇതിനൊക്കെ പകരം ഇപ്പം സീത ഈസ് എ വാരിയർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? ഷീ ഈസ് എ വാരിയർ എന്ന് പറയാം. അപ്പൊ അവിടെ സീത എന്നുള്ളതിന് നമ്മൾ പകരം യൂസ് ചെയ്ത വാക്കാണ് എന്ത്? ഷീ. അപ്പൊ റെപ്പറ്റേറ്റീവ് ആയിട്ട് ഇപ്പോൾ ഒരു പാരഗ്രാഫ് തന്നേക്കാണ്, ഒരാളിനെ പറ്റി സംസാരിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നേക്കാണ്. അതിനകത്ത് ആദ്യം അദ്ദേഹത്തിന്റെ പേരുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാണോ അവരുടെ പ്രൊനൗൺ എന്താണോ അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ പ്രൊനൗൺ ഇസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ഓർ ഫ്രേസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇറ്റ്സ് റെപ്പിറ്റേഷൻ. അപ്പോൾ റെപ്പിറ്റേഷൻ എപ്പോഴും ഒരേ പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു അലോസരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. അവൾ, അവൻ, അവർ, അത്, ഇത് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പ്രൊനൗൺ. ഓക്കെ, സി ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ആർ ഗുഡ് അറ്റ് പ്ലേയിങ് ബാസ്കറ്റ്ബോൾ. ദേ ആർ ഗുഡ് അറ്റ് പ്ലേയിങ് ബാസ്കറ്റ്ബോൾ. അവിടെ അവർ എന്ന് യൂസ് ചെയ്തത് എന്താണ്? ദേ, അല്ലേ? ദേ ആർ ഗുഡ് അറ്റ് പ്ലേയിങ് ബാസ്കറ്റ്ബോൾ. അവർ എന്ന് യൂസ് ചെയ്തത് അവിടുത്തെ പ്രൊനൗൺ ആണ്. അടുത്തത്, ഷീ ഹാസ് മെനി ചോക്ലേറ്റ്സ് ഇൻ ഹർ പോക്കറ്റ്. അവളുടെ പോക്കറ്റിൽ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്. അവിടെ എന്താ യൂസ് ചെയ്തു? ഷീ. അടുത്തത്, യു ഹാവ് ടു കം ടു മൈ ബർത്ത്ഡേ പാർട്ടി. അവിടെ എന്താണ് പ്രൊനൗൺ? യു. ഓക്കെ, അപ്പൊ പ്രൊനൗൺസ് ഒരു സെന്റൻസിൽ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഒരു നൗണിന് പകരം യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സിനെയാണ് എന്ന് പറയുന്നത് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, I had forgotten my wallet in the room. I had forgotten. See, അവിടെ I അതാണ് അവിടുത്തെ pronoun. Okay. She asked me to complete the project by the evening. അപ്പോൾ വൈകുന്നേരം ആവുന്നതിന് മുമ്പ് she asked. അപ്പോൾ അവിടെ she ആണ് അവിടുത്തെ pronoun. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് pronoun കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ the, she, they, you, he, I ഇതെല്ലാം എന്താണ്? പ്രൊനൗൺസ് ആണ്. അടുത്ത സെന്റൻസ് നോക്കാം. ദി ബ്രൈഡ് സ്റ്റാർട്ടഡ് സ്റ്റെയറിംഗ് അറ്റ് ഹെർസെൽഫ് ഇൻ എ മിറർ. സ്റ്റെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഹെർസെൽഫ് ഇൻ എ മിറർ. ബ്രൈഡ് അവളെ തന്നെ മിററിൽ നോക്കി, അവളെ തന്നെ, ഹെർസെൽഫ്. അടുത്ത സെന്റൻസ് നോക്കാം. ദി ഓറഞ്ചസ് ഇസ് വേർ യു ലെഫ്റ്റ് ദെം. സി, അവിടെ ദെം ആണ്. ഓറഞ്ചസ് എവിടെയുണ്ട്? എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ അതുണ്ട്. അതാണ് അവിടെ ദെം കൊണ്ട് യൂസ് ചെയ്തേക്കുന്നത്, അർത്ഥമാക്കുന്നത്. ഐ ദെൻ ഹേർഡ് മൈസെൽഫ്. ദെൻ ദീസ് ഷർട്ട്സ് ആർ മൈൻ. ഈ ഷർട്ട്സ് എല്ലാം എന്റേതാണ്. ദീസ് ഷർട്ട്സ്. ദ ക്ലൈമറ്റ് ഓഫ് ഡൽഹി ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ജയ്പൂർ. ഡു ഗുഡ് ടു അതേഴ്സ്. Sees others. Any fool can do that. Any fool can do that. They respected one another. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും one another എന്ത് ചെയ്തു? റെസ്പെക്ട് ചെയ്തു. Who said that? Who ഇതും എന്താണ്? പ്രൊനൗൺ ആണ്, മറക്കരുത്. Who said that? ഇതൊക്കെ ഓരോ ടൈപ്സ് ഓഫ് പ്രൊനൗൺസിന്റെ അടിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്രയും സെന്റൻസസ് കണ്ടു. ഈ സെന്റൻസസിലെല്ലാം പ്രൊനൗൺസ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ ഈ പ്രൊനൗൺസിന് ഒരു സെന്റൻസിനകത്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രൊനൗൺസ് ഏതൊക്കെ തരത്തിലുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് ആണ് നമുക്കുള്ളതെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ആദ്യമേ പോവാം. എങ്ങോട്ടാണ്? ഒന്നാമത്തത് പൊസസീവ് പ്രൊനൗൺസ്. എന്താണ് പൊസസീവ് പ്രൊനൗൺസ്? പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റേത്, നിന്റേത്, അവളുടേത് എന്നൊക്കെ പറയുന്നത് പോലെ ഞാനൊരു കാര്യം പൊസസ് ചെയ്യുന്നു. ദിസ് ഇസ് മൈ പെൻ. അതെന്താണ്? ഇത് എന്റെ പേനയാണ്. സോ ഐ പൊസസ് ദാറ്റ് പെൻ, അല്ലെ? ആ പേന എന്റേതാണ്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ആ പൊസസീവ് പ്രൊനൗൺ ഇസ് എ പ്രൊനൗൺ ദാറ്റ് എക്സ്പ്രസസ് പൊസിഷൻ, ഓണർഷിപ്പ്, origin, relationship, etc. Okay, she is mine or this pen is mine എന്നൊക്കെ പറയുന്ന പോലെ mine, yours, his, hers, ours, theirs. ഇത് ഏത് വേർഡ്സ് നമ്മൾ വന്നാലും ഒരു സെന്റൻസിനകത്ത് വന്നാലും ഇറ്റ് ഈസ് നോൺ ആസ്
പൊസസീവ് പ്രൊനൗൺസ്. അപ്പൊ അതെല്ലാം എന്താണ്? പൊസസീവ് പ്രൊനൗൺസ് ആണ്. അത് എന്റേതാണ്, മൈൻ, അത് നിന്റേതാണ്, നിന്റേത്, അവളുടേത്, അവന്റേത്, അവരുടേത്, നമ്മുടേത്, ഇതെല്ലാം പറയുന്നതെല്ലാം എന്താണ്? ഇത് നമ്മുടെ കുട്ടിയാണ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് ഒരു പൊസസീവ് ആയിട്ടുള്ള, അതിനെയാണ് എന്ന് പറയുന്നത് പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. എൻ്റെ, നിന്റെ, അവന്റെ, ഇവളുടെ, അവരുടെ, നമ്മുടെ എന്നൊക്കെ പറയുന്നത് എന്താണ്? പൊസസീവ് പ്രൊനൗൺസ് ആണ്. വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ, വളരെ എളുപ്പമാണ്. പൊസസീവ് പ്രൊനൗൺസ് എന്ന് കേട്ടാൽ തന്നെ ഇത് ഓർമ്മിച്ചാൽ മതി. എന്നുവെച്ചാൽ ഒരു ഓണർഷിപ്പ് കാണിക്കാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ, ഒറിജിൻ കാണിക്കാൻ, പൊസിഷൻ കാണിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൊസസീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ടോയ് ഓൺ ദ ഷെൽഫ് ഇസ് മൈൻ. ആ ഷെൽഫിലിരിക്കുന്ന ആ ടോയ് ഇല്ലേ, അത് എന്റേതാണ്, മൈൻ എന്ന് പറയുന്നു. അപ്പം അതെന്താണ്? അത് മൈൻ എന്ന് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു വേർഡ് മൈൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ പൊസസീവ് പ്രൊനൗൺ. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് പ്രൊനൗണിലോട്ട് പോവാം. രണ്ടാമത്തതാണ് പേഴ്സണൽ പ്രൊനൗൺസ്. എന്താണ് പേഴ്സണൽ പ്രൊനൗൺസ്? പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. പേഴ്സണൽ പ്രൊനൗൺസ് ആൻഡ് പ്രൊനൗൺസ് ദാറ്റ് വി യൂസ് ടു റെഫർ ടു പീപ്പിൾ ആൻഡ് സംടൈംസ് അനിമൽസ്. പീപ്പിൾ, ആൾക്കാരെ, അല്ലെങ്കിൽ അനിമൽസിനെയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഐ, യു, ഷീ, ഹി, ഇറ്റ്, വി, ദേ, ഞാൻ, നീ, അവൾ, അവൻ, അത്, നാം, നമ്മൾ. ഇതൊക്കെ എന്താണ്? പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. ഹി, അപ്പോൾ ഹിയോ, ഷിയോ, ഇറ്റോ, എന്തെങ്കിലും അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രൊനൗൺസ് എല്ലാം നമുക്ക് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനെയൊക്കെയാണ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ പറയുന്നതിനെയാണ് നമ്മൾ, നിങ്ങൾ, ഞാൻ, അവൾ, അവൻ, ഇതെല്ലാം എന്താണ്? പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് അഫ്രേഡ് ഓഫ് മൈസ്. അവന് മൈസിനെ പേടിയാണ്, അവൻ എലിയെ പേടിയാണ്. അപ്പൊ എന്താണ്? അവനാണ് എന്ത്? ഹി. അതാണ് അവിടുത്തെ പ്രൊനൗൺ. അപ്പൊ അതാണ് പേഴ്സണൽ പ്രൊനൗൺ. രണ്ട് തരത്തിലുള്ള പ്രൊനൗൺസ് പഠിച്ചു. ഒന്നാമത്തത് പൊസസീവ് പ്രൊനൗൺ. പൊസസീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ അവന്റെ, എന്റെ, നിന്റെ, അതൊക്കെയാണ്. അതേസമയം പേഴ്സണൽ പ്രൊനൗൺസ് എങ്ങനെയാണ്? ഞാൻ, നീ, അവൻ, അവൾ, ഇതൊക്കെയാണ് പേഴ്സണൽ പ്രൊനൗൺസ്. അടുത്ത മൂന്നാമത്തതാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺസ്? റിലേറ്റീവ് പ്രൊനൗൺസ് കണക്ട് ഡിപ്പെൻഡന്റ് ക്ലോസസ് ടു ഇൻഡിപെൻഡന്റ് ക്ലോസ്. റിലേറ്റീവ് പ്രൊനൗൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന, ഒരു മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം റിലേറ്റീവ് പ്രൊനൗൺസ് എന്നായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിലേറ്റീവ് പ്രൊനൗണിനെ പറ്റിയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺസ് കണക്ട് ഡിപ്പെൻഡന്റ് ക്ലോസസ് ടു ഇൻഡിപെൻഡന്റ് ക്ലോസസ്. അപ്പം ഡിപ്പെൻഡന്റ് ക്ലോസസിനെ ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നതാണ് എന്ത്? റിലേറ്റീവ് പ്രൊനൗൺസ്. ഡിപ്പെൻഡന്റ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു സെന്റൻസിനകത്ത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ വേറൊരു സെന്റൻസിന് ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ എന്താ പറയുന്നത്? ഡിപ്പെൻഡന്റ് ക്ലോസസ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അവർക്ക് കൂടെ ഒരു സെന്റൻസ് അല്ലെങ്കിൽ കൂടെ ഒരു വാലുണ്ടെങ്കിൽ മാത്രമേ അവർ കംപ്ലീറ്റ് ആവുന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതിനാണ് ഇൻഡിപെൻഡന്റ് ക്ലോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് ക്ലോസസിനെയും ഡിപ്പെൻഡന്റ് ക്ലോസസിനെയും തമ്മിലൊന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണെന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൂ, ഹൂം, വിച്ച്, വാട്ട്, ദാറ്റ്, ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺസിന് എക്സാമ്പിൾസ്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പം മനസ്സിലാവും. ഐ നീഡ് ടു ഫൈൻഡ് എ പേഴ്സൺ ഹൂ ക്യാൻ റീഡ് സ്വീഡിഷ്. സി, അവിടെ രണ്ട് സെന്റൻസിന് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഈ ഹൂക്ക് മുമ്പുള്ളതായിട്ടും ഹൂക്ക് ശേഷമുള്ളതായിട്ടും നമുക്ക് ബ്രേക്ക് ചെയ്യാം. എങ്ങനെ? ഐ നീഡ് ടു ഫൈൻഡ് എ പേഴ്സൺ, ഇറ്റ് സെൽഫ് ഇസ് എ സെന്റൻസ് അല്ലേ? അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഐ നീഡ് ടു ഫൈൻഡ് എ പേഴ്സൺ എന്നുള്ളത് എന്താണ്? ഒരു ഫുൾ സെന്റൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഹൂ കഴിഞ്ഞിട്ട് നോക്കാം, ക്യാൻ റീഡ് സ്വീഡിഷ്. ക്യാൻ റീഡ് സ്വീഡിഷ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയോ? ഇല്ല, ആയില്ല. അപ്പം ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ സെന്റൻസിനെയും കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസിനെയും ഇൻഡിപെൻഡന്റ് ക്ലോസിനെയും എന്ത് ചെയ്യുകയാണ്? കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ നടുക്ക് ആര്? ഹൂ. സി, ഐ നീഡ് ടു ഫൈൻഡ് എ പേഴ്സൺ. എങ്ങനത്തെ പേഴ്സൺ? ഹൂ ക്യാൻ റീഡ് സ്വീഡിഷ്. മനസ്സിലായോ? അപ്പൊ അവിടെ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തേക്കുന്നത്? ഈ ഹൂ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. ഷീ ഡസന്റ് വാണ്ട് ടു ഈറ്റ് എ മീൽ ദാറ്റ് ഇസ് ടു സ്പൈസി. ഷീ ഡസന്റ് വാണ്ട് ടു ഈറ്റ് എ മീൽ. സി, ദാറ്റിന് മുമ്പുള്ള സെന്റൻസ് നോക്കൂ. ഷീ ഡസന്റ് വാണ്ട് ടു ഈറ്റ് എ മീൽ. നമുക്ക് ഭക്ഷണം കഴിക്കണ്ട. ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് സെന്റൻസ്, റൈറ്റ്? അപ്പൊ ഈസ് ടു സ്പൈസി എന്നുള്ളത് എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനെയും കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഷീ ഡസന്റ് വാണ്ട് ടു ഈറ്റ് എ മീൽ. എങ്ങനത്തെ മീൽ? ദാറ്റ് ഇസ് ടു സ്പൈസി. ഒരുപാട് എരിവുള്ള ഭക്ഷണം ആർക്ക് വേണ്ട? അവർക്ക് വേണ്ട. അപ്പം ഷീ ഡസന്റ് വാണ്ട് ടു ഈറ്റ് എ മീൽ ദാറ്റ് ഈസ് ടു സ്പൈസി. ദാറ്റ് ഈസ് ടു സ്പൈസി. ഓക്കെ, ദിസ് ബുക്ക് അത് കംപ്ലീറ്റ് സെൻസ് ഇല്ല.
which ends in cliffhanger is really exciting. അവിടെ this book എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസും അവിടെ ഡിപെൻഡന്റ് ക്ലോസ് എന്താണ് ends on cliffhanger is really exciting. Okay, this book which ends എങ്ങനെ end ചെയ്യുന്ന which ends in cliffhanger is really exciting. Okay, അപ്പോൾ ഇതാണ് റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺസിനെ പറ്റിയിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്പെഷ്യലി റിലേറ്റീവ് പ്രൊനൗൺസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നമുക്കൊന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് പ്രൊനൗണിലോട്ട് പോകാം. അപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിപെൻഡന്റ് ക്ലോസിനെയും ഇൻഡിപെൻഡന്റ് ക്ലോസിനെയും എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺസ്. ഏതൊക്കെയാണ്? ഹൂ, ഹൂം, വിച്ച്, വാട്ട്, ദാറ്റ്, ഇതൊക്കെയാണ് അവിടെ റിലേറ്റീവ് പ്രൊനൗൺസ് ആയിട്ട് വരുന്നത്. അപ്പൊ നാലാമത്തതാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലനം അല്ലെ. ഒരു കാര്യം എന്ത് ചെയ്യും, ഒരിടത്ത് തട്ടിയിട്ട് പ്രതിഫലിക്കും അല്ലെ, അതിനെയാണ് അത് തന്നെയാണ്, അതേ മീനിങ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. റിഫ്ലെക്സീവ് പ്രൊനൗൺ is a pronoun which is used as an object of a verb that refers to the same person or thing as the subject of the verb. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ അതേ ഇത് തന്നെ ആയിരിക്കും ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നത്, ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസിനകത്തോട്ടും റിഫ്ലക്ട് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? മൈ സെൽഫ്, യുവർ സെൽഫ്, ഇറ്റ് സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ്, അവർ സെൽഫ്, ദെം സെൽഫ്, ഇതൊക്കെ എന്താണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളത് എൻ്റെ, നിന്റെ, അവളുടെ, എൻ്റെ തന്നെ, എൻ്റെത് തന്നെ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? റിഫ്ലെക്സീവ് പ്രൊനൗൺ. അവിടെ കെൻ ലുക്ക്ഡ് അറ്റ് ഹിംസെൽഫ്, കെൻ ആണ് അവിടുത്തെ സബ്ജക്ട്. കെൻ ലുക്ക്ഡ് അറ്റ് ഹിംസെൽഫ് ഇൻ ദ മിറർ. കെൻ ആരെ നോക്കി? ഹിംസെൽഫ്, അവനെ തന്നെ നോക്കി. അപ്പം അതെന്താണ്? അവിടെ കെന്നിനെ തന്നെയാണ് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ തന്നെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ദ കെൻ ലുക്ക്ഡ് അറ്റ് ഹിംസെൽഫ് ഇൻ ദ മിറർ. ഐ ലൈക്ക് ടു ചിയർ. അപ്പം ഐ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. എന്നെ തന്നെയാണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്? മൈ സെൽഫ് അപ്പ് വിത്ത് ഡെസേർട്സ്. ഐ ലൈക്ക് ടു ചിയർ മൈ സെൽഫ് അപ്പ് വിത്ത് ഡെസേർട്സ്. അപ്പൊ അവിടെ എന്താ? മൈ സെൽഫ് എന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഐ ലൈക്ക് ടു ചിയർ മൈ സെൽഫ് അപ്പ് വിത്ത് ഡെസേർട്സ്. The silly clowns made fools of themselves. Silly clowns അവരെ തന്നെ എന്ത് ചെയ്തു? ഫൂളാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് റിലേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ തിരിഞ്ഞു പോയത്, വാക്കുകൾ സിമിലർ ആണ്. പക്ഷെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് കേൾക്കുമ്പോഴേ അറിയാം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലനം. അത് ആലോചിച്ചാൽ മാത്രം മതി. ഒരു സബ്ജക്റ്റിനെ അതേപോലെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും അതിന്റെ പ്രൊനൗൺസ്. ഫോർ എക്സാമ്പിൾ കെൻ ലുക്ക്ഡ് അറ്റ് ഹിംസെൽഫ്, മൈ സെൽഫ്, യുവർ സെൽഫ്, അതൊക്കെ തന്നെയാണ് എന്ത്? റിഫ്ലെക്സീവ് പ്രൊനൗൺസിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് ഇന്റൻസീവ് പ്രൊനൗൺ. എന്താണ് ഇന്റൻസീവ് പ്രൊനൗൺ? ഇന്റൻസീവ് പ്രൊനൗൺസ് റെഫർ ബാക്ക് ടു സബ്ജക്ട് ഇൻ ഓർഡർ ടു ആഡ് എംഫസിസ്. ഒരു എംഫസിസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സെയിം റിഫ്ലെക്റ്റീവ് പ്രൊനൗൺസ് തന്നെയാണ്. ഇന്റൻസീവ് പ്രൊനൗൺസ് ആർ ഐഡന്റിക്കൽ ഇൻ അപ്പിയറൻസ് ടു റിഫ്ലെക്സീവ് പ്രൊനൗൺ. റിഫ്ലെക്സീവ് പ്രൊനൗൺസിനെ പോലെ തന്നെയാണ് ഇന്റൻസീവ്, സെയിം അത് തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ സബ്ജക്റ്റിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു എംഫസിസ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ് അല്ലെങ്കിൽ ഒരു എംഫസിസ് കൊടുക്കുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റൻസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഫോർ എക്സാമ്പിൾ മൈ സെൽഫ്, അത് തന്നെയാണ്. മൈ സെൽഫ്, യുവർ സെൽഫ്, ഹെർ സെൽഫ്, ഹിംസെൽഫ്, ഇറ്റ് സെൽഫ്, അവർ സെൽഫ്, ദെം സെൽഫ്. പക്ഷെ അത് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. എന്താണ്? ഐ ബിൽറ്റ് മൈ ഹൗസ് മൈ സെൽഫ്, ഐ ബിൽറ്റ് മൈ ഹൗസ് മൈ സെൽഫ്. ഞാൻ എന്ത് ചെയ്തു? വീട് സ്വന്തമായി വെച്ചു, അല്ലെങ്കിൽ മൈ സെൽഫ്, ആ വീട് വെച്ചത് ഞാനാണ്. ആ വേർബ് കണ്ട, ആ വീട് വെച്ചത് ഞാനാണ്. ദ ചിൽഡ്രൻ മെയ്ഡ് ദ കുക്കീസ് ദെംസെൽവ്സ്, ആ കുക്കീസ് ഉണ്ടാക്കിയത് അവരാണ്. മീൻസ് ഇറ്റ് ഗീവ്സ് ആൻ എംഫസിസ് ടു ദി സബ്ജക്ട്, റൈറ്റ്? ഞാനാണ് വീട് വെച്ചത്, ഞാനാണ് കുക്കീസ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ചിൽഡ്രൻ ആണ് കുക്കീസ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞില്ലേ? അത് തന്നെയാണ് എന്ത് ഈ ഇന്റൻസീവ് പ്രൊനൗൺസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റൻസ് മീൻസ് കുറച്ചും കൂടെ ഒന്ന് എംഫസിസ് കൊടുക്കുക, ഇന്റൻസീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? പ്രൊനൗൺസിനെ കാണുന്നു അല്ലെങ്കിൽ നോക്കി കാണുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റൻസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. Indefinite pronoun is a pronoun that doesn't specifically identify who or what it is referring to. അപ്പോൾ എന്താണ്? ആരെയാണോ എന്തിനെയാണോ റെഫർ ചെയ്യുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടാവില്ല സെന്റൻസിനകത്ത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് പ്രൊനൗൺ ആണ്? ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രൊനൗൺ ആണ്. ഫോർ എക്സാമ്പിൾ somebody, anyone, anywhere, nothing, everybody, ഇതൊക്കെ എന്ത് യൂസ് ചെയ്യാം? ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രൊനൗൺസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പോയിന്റിലാണ് പ്രൊനൗൺസിനെയാണ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് അല്ലാത്ത. This note could have been written by anybody.
ഈ നോട്ട് ആര് വേണോ എഴുതാം, അല്ലെങ്കിൽ ആരാലെയോ എഴുതാം. അത് നമുക്ക് എന്ത് ചെയ്യില്ല, ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് എനിബഡി യൂസ് ചെയ്തേക്കുന്നത്. someone ate my lunch, എന്റെ ലഞ്ച് ആരോ എടുത്ത് കഴിച്ചു. ആരോ, സി someone. the water splashed everywhere, എല്ലായിടത്തും വെള്ളം വീണു, എല്ലായിടത്തും. അവിടെ എന്തല്ല, ഒരു പോയിന്റ് ഓഫ് സ്ഥലം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അല്ലെങ്കിൽ someone ate my lunch എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഒരാളിനെ പറയുന്നില്ല. Ken ate my lunch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, അല്ലെങ്കിൽ he ate my lunch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിന്റ് ചെയ്യാനായിട്ട് ആളുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ എന്തില്ല, ഇവിടെ സ്പെസിഫിക്കലി ഒരു എന്തിനെ കുറിച്ചാണോ ആരെ കുറിച്ചാണോ റെഫർ ചെയ്യുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. ഓക്കെ, വളരെ എളുപ്പമാണ്. അടുത്തതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ്? വാട്ട് ഈസ് എ ഡെമോൺസ്ട്രേഷൻ? ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്ന് അറിയില്ലേ, അത് തന്നെയാണ്. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആർ യൂസ് ടു പോയിന്റ് സ്പെസിഫിക് തിങ്സ്. സ്പെസിഫിക് തിങ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ, അതിനെയാണ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. എന്താണത്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഇതൊക്കെ എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിലെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം സി, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഷർട്ട്, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഷർട്ട്, ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഷർട്ട്. അതിൽ ഏതാണ് പ്രൊനൗൺ? ദിസ്. അടുത്ത സെന്റൻസ് നോക്കിയോ, ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഇസ് ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി ഈസ് ഇൻ ഫ്രണ്ട്ലി. അപ്പൊ എന്താണ് അവിടെ ഏതാണ് പ്രൊനൗൺ? ദാറ്റ്. സി, ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഇസ്. അടുത്തത്, ഐ നീഡ് യു ടു ഫിക്സ് ദീസ്, ഐ നീഡ് യു ടു ഫിക്സ് ദീസ്. എന്ത്? ഇവ, അവ, ഇവ, ഇത്, ഇതൊക്കെയാണ് എന്ത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിന്റെ എക്സാമ്പിൾസ്. അപ്പൊ എന്താണ്, ഒരു സാധനം ഡെമോൺസ്ട്രേറ്റ് ചൂണ്ടിക്കാണിക്കാണ്, ഇത് ചെയ്യണം, അത് ചെയ്യണം, അവര്, ഇവര്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെമോൺസ്ട്രേറ്റീവിന്റെ അതിനകത്ത് പറയാം. ഓക്കെ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിനകത്ത് വരിക. ഓക്കെ, അപ്പൊ എങ്ങനെ സെന്റൻസിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? അടുത്തതാണ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ്. എന്താണ് ഇൻറ്ററോഗേറ്റീവ് പ്രൊനൗൺസ്? ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഇൻട്രോഗേഷൻ ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നു. എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്? ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻസ് ആണ് ഇൻട്രോഗേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുക, ഇൻട്രോഗേറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആർ പ്രൊനൗൺസ് യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ അബൌട്ട് അൺനോൺ പീപ്പിൾ ഓർ തിങ്സ്. അറിയാത്ത ഒരു ആളിനെ അല്ലെങ്കിൽ സാധനങ്ങളെ പറ്റി ചോദിക്കുന്നതാണ്. എന്താണ്, അതുകൊണ്ടാണല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഹൂം, ആര്, എന്ത്, എന്തിന്, എവിടെ, വിച്ച്, ഹൂസ്, ഹൂം, വാട്ട്, വെൻ, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസിനകത്ത് വരുന്നത്. ഹൂ റോട്ട് ദിസ് ലെറ്റർ? ആരാണ് ഈ ലെറ്റർ എഴുതിയത്? വാട്ട് ഇസ് എൻ എയറോപ്ലെയിൻ? എന്താണ് എയറോപ്ലെയിൻ? വിച്ച് ഇസ് എ കറക്റ്റ് ആൻസർ? അപ്പം ഹൂ, വാട്ട്, വിച്ച്, ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം എന്താണ്? ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ്. മറക്കരുത്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണ് who, whom, what, which, where, etc. Okay, അടുത്തതാണ് reciprocal pronouns. Reciprocal pronouns എന്ന് പറഞ്ഞാൽ എന്താണ്? Reciprocal pronouns expresses mutual relationships or actions. മ്യൂച്വൽ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു പാലം ഇട്ടാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് വേണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ മ്യൂച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ആക്ഷൻസിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്? റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? ഈച്ച് അതർ, വൺ അനദർ, ഈച്ച് അതർ, എക്സെട്ര. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ രണ്ട് പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. സി, മൈ സിസ്റ്റർ ആൻഡ് ഐ ലവ് ഈച്ച് അതർ. സി, എന്റെ സിസ്റ്ററും ഞാനും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അവിടെ ആ പരസ്പര സ്നേഹം വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല സ്നേഹമുള്ളത്, അവിടെ നിന്ന് സ്നേഹമുണ്ട്, ഇവിടെ നിന്നും സ്നേഹമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് തന്നെയാണ് എന്താണ് പരസ്പരം, റെസിപ്രോക്കൽ. മനസ്സിലായില്ലേ? റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ടീം സപ്പോർട്ട്സ് വൺ അനദർ. അവിടെ പരസ്പരം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സഹകരണമാണ് അല്ലെങ്കിൽ സപ്പോർട്ടാണ്. വൺ അനദർ. The two fishermen love to compete with each other. രണ്ട് ഫിഷർമെൻ പരസ്പരം എന്താണ് മത്സരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ടു ഫിഷർമെൻ ലവ് ടു കമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പൊ അവിടെ ഈച്ച് അതറും വൺ അനദറും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്താണ് പരസ്പര പൂരകമായ, പരസ്പരം എന്ത് ചെയ്യുന്നു? സഹകരിക്കുക, സ്നേഹിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അവിടെ മനസ്സിലായി? റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്രസസ് മ്യൂച്വൽ റിലേഷൻഷിപ്സ്. രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റെസിപ്രോക്കൽ പ്രൊനൗൺസ് യൂസ് ചെയ്യും. അപ്പൊ അത്രയാണ് പ്രൊനൗൺസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി ഒരു സെന്റൻസ് കാണുമ്പോൾ അതിലെ പ്രൊനൗൺ ഐഡന്റിഫൈ ചെയ്യണം, അത് ഏത് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണെന്ന് മനസ്സിലാക്കുക കൂടി വേണം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ക്ലാസ്.